നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും സെക്യൂരിറ്റി കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രധാനമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ SPG അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ആർമിയിലെ ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് ആണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ സെക്യൂരിറ്റി അംഗങ്ങളെല്ലാം ബ്ലാക്ക് ഡ്രസ്സിലാണ് കാണപ്പെടുന്നത്. എല്ലായ്പ്പോഴും തന്നെ അവർ ഒരു ബ്ലാക്ക് സ്യൂട്ടിലും അതുപോലെ തന്നെ കറുത്ത കണ്ണടയും വെച്ചിട്ടുണ്ടാവും. സെക്യൂരിറ്റി അംഗങ്ങൾ നടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെയോ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാരുടെ കൂടെയോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൂടെയോ അവർക്ക് അകമ്പടിയായി പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കറുത്ത സൂട്ട് കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ സെക്യൂരിറ്റി അംഗങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കയ്യിൽ നമുക്കത് കാണാം. ഇത് എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ മനസ്സിലും ഈ ചിന്ത പണ്ടുണ്ടായിരുന്നു. പല അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി ഉയർന്നു കേൾക്കാറുമുണ്ടായിരുന്നു. ചില അഭിപ്രായങ്ങൾ പ്രകാരം പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിന് അടിയന്തരമായി ഒപ്പുവെക്കേണ്ട രേഖകളാണ് സെക്യൂരിറ്റി അംഗങ്ങൾ ഈ ബാഗിൽ സൂട്ട്കേസിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. അതുപോലെ തന്നെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ന്യൂക്ലിയർ ബോംബിന്റെ സ്വിച്ച് ആ ബാഗിന്റെ ഉള്ളിലാണ്, സൂട്ട്കേസിന്റെ ഉള്ളിലാണ്. അടിയന്തര ആവശ്യം വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ സ്വിച്ച് അമർത്തുകയും അങ്ങനെ അണുബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്യാമെന്നുള്ള കിംവദന്തികളും ഒക്കെ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഈ കാര്യം? അതാണ് നമ്മൾ ലളിതമായ വീഡിയോയിൽ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൂട്ട് കേസ് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാലിസ്റ്റിക് പ്രൊട്ടക്ഷനാണ്. അതായത് ലളിതമായി പറയുകയാണെങ്കിൽ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ, അതായത് പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ VIP-കൾക്കെതിരെ വെടിയുതിർക്കുന്ന ഒരു സന്ദർഭം വരികയാണ് എങ്കിൽ ഈ സൂട്ട് കേസ് നമുക്കത് നിവർത്തി ഡിസ്മാൻഡിൽ ചെയ്ത് അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്ന മൊബൈൽ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. ബാലിസ്റ്റിക് പ്രൊട്ടക്ഷൻ മെത്തേഡാണ് ഈ സൂട്ട് കേസ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെയൊക്കെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇതുപോലെയുള്ള സൂട്ട് കേസുകൾ കയ്യിൽ പിടിക്കുന്നത് കാണാൻ സാധിക്കും. അന്നേരം ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂട്ട് കേസ് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള വെടിയിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്ന ഒരു ബലിസ്റ്റിക് കവറായി മാറുകയും അങ്ങനെ അങ്ങനെ രണ്ടോ അതിലധികമോ സൂട്ട് കേസുകൾ ഒരേ സമയത്ത് നിവർത്തി വെടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു കവചമായി മാറുകയും അത് പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വിശിഷ്ട വ്യക്തികളുടെയും ഒരു ചുറ്റും ഒരു രക്ഷാ കവചമായി നിലനിർത്തി അവരെ ഒരു അടിയന്തര ഘട്ടത്തിൽ വെടിയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഉള്ള ഒരു മാർഗമായിട്ടാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് ആർമി ഇങ്ങനെയുള്ള സൂട്ട് കേസുകൾ ക്യാരി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു പക്ഷേ കരുതിയിട്ടുള്ളത് പോലെ അടിയന്തരമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ അണുവായുധം സ്ഫോടനം നടത്തുവാനുള്ള ബട്ടനോ ഒന്നും ഈ സൂട്ട് കേസിൽ ക്യാരി ചെയ്യുന്നില്ല.